നമസ്കാരം. അപ്പോൾ നമ്മുടെ മെയ് 1 ആണ് നമ്മുടെ ചാനൽ സിക്കിമിൽ വെച്ചിട്ട് ഉദ്ഘാടനം. അന്ന് തൊട്ട് നമ്മുടെ ചാനൽ ഓൺ എയറാണ്. ഇപ്പോൾ നമ്മൾ ട്രയൽ അടിക്കായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക്. നമ്മുടെ ചാനലിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ വാർത്തകളാണ്. ഇൻ്റർനാഷണൽ ന്യൂസുകളിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ സ്പിരിച്വാലിറ്റി, നമ്മുടെ അറിയാലോ, മുരുകൻ്റെ ഭക്തരാണ് നമ്മളെല്ലാവരും. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടികളെല്ലാം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭക്തിയും ദേശീയതയും അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആ പാത തന്നെ. അതാണ് ഭഗവാൻ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാരതീയൻ എന്ന ലെവലിലും ഒരു മുരുകഭക്തൻ എന്ന ലെവലിലും നമ്മളുടെ ഈ ചാനലിൽ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അത് തന്നെയാണ്. ഒരു ആത്മീയത പറയണം, അതോടൊപ്പം ദേശീയത പറയണം. അപ്പോൾ ഇൻ്റർനാഷണൽ വാർത്തകൾ നമുക്ക് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്കൊരു രീതിയുണ്ട്. അവരെപ്പോഴും മസാല കഥകൾ അത് നമുക്ക് ഇട്ടുകൊണ്ട് തന്നുകൊണ്ടേയിരിക്കും. അതിനോട് ഒരു സാധാരണ മനുഷ്യനെല്ലാവർക്കും ഒരു വാസനയുണ്ടാവും, വാർത്തയുണ്ടാവും. അപ്പോൾ മസാല കഥകൾ ഇട്ട് തന്നിട്ട് അവർ നമ്മുടെ സത്യസന്ധമായ വാർത്തകളിൽ നിന്ന്, ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന് അഭിമാനകരമായ വാർത്തയിൽ നിന്ന് മെല്ലെ വഴിതെറ്റിച്ച് കൊണ്ടുപോയി വേറെ പാതയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത്തരം വാർത്തകൾ നമ്മൾക്ക് എത്തില്ല. അത് മനഃപൂർവ്വം ചെയ്യണതാണ്. അപ്പോൾ അവർക്ക് രണ്ട് ഗുണമാണ്. അവർക്ക് സബ്സ്ക്രൈബർ കൂടും, അവർക്ക് അത്ര വരിക്കാരെ കിട്ടും, ക്യാഷ് കിട്ടും. ഒപ്പം ഹിഡൻ അജണ്ടയായിട്ട് നമ്മുടെ രാഷ്ട്രത്തിനെ സംബന്ധിക്കുന്ന നല്ല നല്ല വാർത്തകളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനും പറ്റും. പക്ഷെ നമ്മളൊരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന എത്രയോ വാർത്തകൾ വരുന്നുണ്ടറിയോ. എത്രയോ ലോകരാജ്യങ്ങൾ നമ്മളെ കുറിച്ചിട്ട് ബഹുമാനത്തോട് സംസാരിക്കേണ്ടതെന്നറിയാം. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മുരുകയുഗമാണ്, ഭഗവാന്റെ അനുഗ്രഹം രണ്ട് കൈയും ഭാരതത്തിലേക്ക് വെച്ച് അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൗത്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ട് പോകണം. ആ ദൗത്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഭാരതത്തിന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അത് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതിനൊരു മീഡിയ ആവശ്യമാണ്. ആ മീഡിയ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിനൊരു ശക്തി വേറെയല്ല. അപ്പോൾ നമ്മുടെ മീഡിയയിലൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ പോകുന്ന വാർത്തകൾ തീർച്ചയായും അന്താരാഷ്ട്ര വാർത്തകളാവും. നിങ്ങൾ അന്താരാഷ്ട്ര വാർത്തകൾ തിരയുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ കണ്ണിൽ നമ്മുടെ ചാനൽ വരണം. നമ്മുടെ ചാനൽ, എൻ്റെ ചാനലും നിങ്ങളുടെ ചാനലും, നമ്മുടെ ചാനൽ വരണം. അപ്പോൾ നമ്മുടെ ചാനലുകളിൽ അത്തരം വാർത്തകൾ കൂടും. തീർച്ചയായും ഗസ്റ്റുകളെ വിളിച്ചിട്ടുള്ള കേരള പൊളിറ്റിക്സും ദേശീയ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും. അതൊക്കെ വളരെ ചെറിയൊരു വിങ്ങാണ്. പക്ഷെ നമ്മുടെ കൂടുതലും അന്താരാഷ്ട്ര വാർത്തകളാവും. ഒപ്പം നമ്മുടെ മഹാരഥന്മാരെ കുറിച്ചിട്ടുള്ള കഥകൾ. കാരണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരം അറിയണം. നമ്മൾ ഷേക്സ്പിയറെ കുറിച്ച് പഠിക്കും നമ്മുടെ സ്കൂളിലൊക്കെ, കാളിദാസിനെ കുറിച്ച് പഠിപ്പിക്കില്ല. എന്താ ഉണ്ടാവണേ? ഷേക്സ്പിയറിൻ്റെ വാചകങ്ങൾ എടുത്ത് പറയുന്ന ഒരു തലമുറയായിട്ട് വരും. കാളിദാസൻ എഴുതി വെച്ചത് തഴയപ്പെടും. പക്ഷെ അതൊക്കെ ഉയർന്നു വരുമ്പോൾ എന്തുകൊണ്ട് കാളിദാസനെ പറയണം, എന്തുകൊണ്ട് ചാണക്യനെ പറയണം, ഇത് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാണ്ട് നമ്മുടെ സംസ്കാരവും നമ്മുടെ മാനസികാവസ്ഥയും അടിയറവ് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. നമ്മുടെ നേട്ടങ്ങൾ നമ്മൾ കാണാതാവും, മറ്റുള്ളവരുടെ നേട്ടങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കും. ഉദാഹരണം, പാകിസ്ഥാൻ്റെ അടുത്ത് വാറ് തടഞ്ഞത് ട്രംപാന്ന് പറഞ്ഞപ്പോൾ നമ്മളത് അംഗീകരിക്കാണ്ട് വന്നപ്പോൾ മിണ്ടാണ്ടിരുന്ന ആൾക്കാർ ഇറാൻ അത് പറഞ്ഞപ്പോൾ കൈയടിച്ചു. എന്തുകൊണ്ടെന്ന് ആലോചിച്ചാൽ മതി. കാരണം ഭാരതത്തിൻ്റെ നേട്ടങ്ങൾ നമുക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രമാണ് വലുത്. അപ്പോൾ രാഷ്ട്രീയ വിരോധം കൊണ്ടോ മറ്റു കാര്യങ്ങളെ കൊണ്ടോ മറച്ചു പിടിക്കാൻ താല്പര്യപ്പെടുന്ന കുറേ ആൾക്കാരുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ഭാരതത്തിലെ നേട്ടങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങുന്ന ആ ചാനലിലൂടെ നിങ്ങൾക്ക് തരേണ്ട വാർത്തകളും അങ്ങനെ ആയിരിക്കണം. ഒപ്പം മഹാരഥന്മാരുടെ ജീവിതങ്ങൾ, ചരിത്രത്തിൽ നടന്ന അപൂർവ കാര്യങ്ങൾ, സയൻസ് സംബന്ധമായ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളിൽ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. കാരണം മസാല വാർത്തകൾക്ക് കിട്ടുന്ന വ്യൂവർഷിപ്പ് ഇത്തരം വാർത്തകൾക്ക് കിട്ടില്ല. അതൊരു കാര്യമാണ്, നമുക്കറിയാവുന്ന സംഗതിയാണ്. എന്നിട്ടും നമ്മൾ അതിലേക്ക് മസാല വാർത്തകളിലേക്ക് പോവാതെ ഇത്രയും ഒരു ലൈൻ പിടിക്കണത് നമുക്കൊരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ്. ഈ സമൂഹത്തിനോടും
ഈ രാഷ്ട്രത്തിനോടും ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ആണ് എൻ്റെ ബലം. ഇത്രയും കാലം എൻ്റെ വഴിയിലൂടെ ഭഗവാൻ തരുന്ന ഓരോ ഡ്യൂട്ടിയും അതിഗംഭീരമായി ചെയ്ത ഓരോ ദൗത്യങ്ങളും വിജയിച്ച് മുന്നേറാൻ എൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ബലം. പിന്നെ പതിനാണ്ടവൻ്റെ അനുഗ്രഹം. ഇവിടെ നമ്മൾ തുടങ്ങുന്ന ആ ദൗത്യത്തിന് തീർച്ചയായും ഇങ്ങനൊരു വിഷയം ഇവിടെ കിടക്കുന്നുണ്ട്. മസാല വാർത്തകൾക്ക് പോവാണ് നമ്മൾ ഇത്തരം വഴി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വ്യൂവർഷിപ്പ് കിട്ടാനും നമ്മുടെ സന്ദേശങ്ങൾ സമൂഹത്തിൽ കൂടുതലെത്തിക്കാനും എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം. ഉണ്ടാവുമെന്നറിയാം, ഉണ്ടായിട്ടുമുണ്ട്. എന്നാലും ഞാൻ പറയാണ്, ഒപ്പം ഉണ്ടാവണം. നിങ്ങൾക്ക് പറ്റാവുന്ന ആൾക്കാരെല്ലാവരും ഇത് കാണണം. പറ്റാവുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം. വ്യൂവർഷിപ്പ് എടുക്കാൻ പറയണം. കാരണം ഇത് നമുക്ക് ബിസിനസ് അല്ല, ദൗത്യമാണ്. ആ ദൗത്യം നമുക്ക് വിജയിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമായി നിൽക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന, ഏറ്റവും സ്നേഹത്തോടെയുള്ളൊരു അഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ എല്ലാ ഞായറാഴ്ചകളിലും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഈ 1-2 ഞായറാഴ്ച ഉണ്ടാവില്ല, കാരണം നമ്മൾ സിക്കിമിലേക്ക് പോവാണ്, സിക്കിം ഡ്യൂട്ടിയാണ്. പക്ഷെ മെയ് 10 എന്തായാലും ലൈവ് പ്രോഗ്രാം ഉണ്ടാവും. പക്ഷെ അന്ന് ഞാൻ ഈ ഫ്ലോറിൽ ഉണ്ടാവില്ല. അത് നമ്മളിവിടെ പഴനിമല വെച്ച് വിളക്ക് കൊളുത്തിരിക്കുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ അന്ന് ശിവഗിരിയിലേക്ക് വരികയാണ്. നമ്മുടെ മഹാനായ മഹാസിദ്ധരായ ശ്രീനാരായണ ഗുരുദേവനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ശിവഗിരിയിലേക്ക് 10 10 മണിക്ക് ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ അടുത്തുള്ള തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുന്ന ആൾക്കാർ ശിവഗിരിയിലേക്ക് ആ സമയത്ത് 9:07 കൂടി എത്തിക്കഴിഞ്ഞാൽ 9:00 കൂടി എത്തും. 9:00 കൂടി എത്തിക്കഴിഞ്ഞാൽ 10 മണിക്ക് നമുക്ക് അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. അപ്പോഴും വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ലൈവ് പ്രോഗ്രാം ഫ്ലോറിൽ നിന്ന് ഉണ്ടാവും. ഞാൻ ഉണ്ടാവില്ല എന്നുള്ളൂ. പഴനിമല നിങ്ങൾക്ക് കാണാം, വിളക്ക് കത്തിച്ചിട്ടുണ്ടാവും. ആ സമയം 1/2 മണിക്കൂർ നിങ്ങൾക്ക് ആദ്യത്തെ 15 മിനിറ്റ് സ്കന്ദലോകത്തെ മെഡിറ്റേഷൻ്റെ മ്യൂസിക്കും നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ കിട്ടും. ഞാൻ ശിവഗിരിയിൽ ഇരുന്നിട്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതോടൊപ്പം അടുത്തടുത്ത ഞായറാഴ്ചകളിലൊക്കെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ആ സമയത്ത് 10 തൊട്ട് 10:30 വരെയുള്ളത് പരസ്യം ഒഴിവാക്കണമെന്ന് കുറേ ആൾക്കാർ അഭിപ്രായപ്പെട്ടു. കാരണം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ മ്യൂസിക് വരുന്ന സമയത്ത് പരസ്യം വരുമ്പോൾ അത് തടസ്സം വരുന്നുവെന്ന് പറഞ്ഞു. തീർച്ചയായും നമുക്കത് പരിഗണിക്കാവുന്ന കാര്യമാണ്. ആ സമയത്ത് നമ്മൾ പരസ്യം ഒഴിവാക്കുന്ന കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ബാക്കിയുള്ള കാര്യത്തിലൊപ്പം നിൽക്കണം. നമ്മൾ ഒരുമിച്ചാണ് ഇത് തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിൽ പവർഫുള്ളായി ഇത് മുന്നോട്ട് പോകണം. ഒപ്പം അടുത്തത് പറയാനുള്ളത് മെയ് 1 യാഗം. അതിലേക്ക് എല്ലാവരും വരികയാണ്. ലൈവ് ഉണ്ടായിരിക്കും. നമുക്കൊരു 5-5:30 തൊട്ട് ലിങ്ക് ഇടാം. ലൈവ് ഉണ്ടാവും. എല്ലാ ഗ്രൂപ്പിലും ലൈവ് ഇടാം. അവിടുത്തെ ആദ്യം നമ്മൾ അവിടെയും ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ സ്കന്ദലോക മെഡിറ്റേഷൻ ചെയ്യും. ഫസ്റ്റ് നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ഘാടനവും ഇംഗ്ലീഷ് ചാനലിൻ്റെ ഉദ്ഘാടനവും നമ്മളവിടെ സിക്കിമിൽ വെച്ച് ഏറ്റവും പവർഫുൾ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഉദ്ഘാടനം നടത്തും. അത് കഴിഞ്ഞിട്ട് അഗ്നിമഹായാഗത്തിലേക്ക് നമ്മൾ കടക്കും. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഇതിനു വേണ്ടി തയ്യാറായി വരുന്നുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. വലിയ വലിയ ഒഫീഷ്യൽസ് വരുന്നുണ്ട്, ആർമിക്കാർ വരുന്നുണ്ട്, ഗവർണർ പോലും പങ്കെടുക്കാം സിക്കിമിലത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ എത്രയോ ആൾക്കാർ ഇതിനു വേണ്ടി തയ്യാറായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. എല്ലാ മുരുക ഭക്തർക്കും എല്ലാമാർക്ക് നമ്മുടെ എൻ്റെ കൂടെ തോളോട് തോൾ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. വരാൻ പറ്റാത്തവർക്ക് ലൈവ് പ്രോഗ്രാം കാണാം. നമ്മുടെ ചാനലിലൂടെ സല്യൂട്ട് ഭാരതിലൂടെ കാണാം. അപ്പോൾ മെയ് 1 നിങ്ങളെല്ലാവരും കാണാം. അന്ന് വൈകിട്ട് നമ്മുടെ ലൈവ് ഉണ്ടാവും. 10 ശിവഗിരിയിൽ ഞാൻ ഉണ്ടാവും. അവിടെ കാണാൻ വരാൻ പറ്റണവർ അവിടെ ഇരുന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ എല്ലാ ഞായറാഴ്ചകളിലും ലൈവ് പരിപാടികളിലും നിങ്ങളും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നവരോട് അറ്റൻഡ് ചെയ്യാൻ പറയാം. കാരണം അത് അറ്റൻഡ് ചെയ്യുന്നത് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഗുണം കിട്ടണതാണ്. അത് നിങ്ങൾ അനുഭവിച്ചറിയുക, അത് അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരുമിച്ച് നടക്കുന്ന വഴികൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അനുഭവിച്ച് മനസ്സിലാക്കുക, അറിയുക. ഒപ്പം നമ്മുടെ ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ മെയ് 1 തൊട്ട് ആരംഭിക്കുക. ആദ്യത്തെ 1, 2, 3 ആദ്യം 1, 2, 3, 4, 5 വരെ ഇലക്ഷൻ്റെ സമയമാണ്, റിസൾട്ട് വരുന്ന സമയമാണ്. തീർച്ചയായും ഇലക്ഷൻ്റെ അനലൈസിങ് വീഡിയോകളാവും ആദ്യത്തെ 5 ദിവസം ഉണ്ടാവുക. പക്ഷെ 5 ദിവസം കഴിഞ്ഞാൽ നേരെ ഇൻ്റർനാഷണൽ വാർത്തകളിലേക്ക് നമ്മൾ മാറും. മഹാരഥന്മാരുടെ ജീവിത കഥകളിലേക്ക് മാറും. ചരിത്രത്തിലെ അപൂർവ നിമിഷങ്ങളിലേക്ക് മാറും. സയൻസിനെ കുറിച്ച് പഠിപ്പിച്ചു തരും. അപ്പോൾ മസാല കഥകൾക്ക് പോവാതെ കുറച്ചും കൂടി ക്ലാസിക്കായ കാര്യങ്ങളുള്ള നമ്മുടെ ഈ ചാനലിൽ വ്യൂവേഴ്സ് സാധാരണഗതിയിൽ എത്രയെങ്കിലും
കുറയും മസാല കഥകൾ ഇല്ലാത്ത കാരണം. പക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇത് പവർഫുള്ളായി നമ്മുടെ ഒരു ദൗത്യത്തിന് ഭാഗമായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ ഭഗവാന്റെ ഡയറക്ഷൻ എനിക്ക് കിട്ടുന്ന മെസ്സേജുകളും നമുക്ക് ഇതിനുള്ളിൽ സംസാരിക്കാം. പിന്നെ അടുത്തടുത്ത് പ്രാർത്ഥന, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഒരു ചാനലാകുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്നും എൻ്റെ കൂടെ നിന്നിട്ടുള്ള നിങ്ങൾ, തോളോട് തോൾ ചേർന്ന് എൻ്റെ എല്ലാ ദൗത്യങ്ങൾക്കും കൂടെ നിന്നിട്ട് നിങ്ങൾ ഈ ദൗത്യത്തിന് ഒപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് യാത്ര. മെയ് 1 നമ്മുടെ എല്ലാ മാർക്കയുടെ 9ാം വാർഷികമാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. ഒറ്റയ്ക്ക് തുടങ്ങിയ യാത്രയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അറിയാവുന്നൊരു പ്രസ്ഥാനമായിട്ട് ഇത് മാറിയിരിക്കുന്നു. അതിനൊറ്റ കാരണമുള്ളൂ പഴനിയാണ്ടവൻ്റെ അനുഗ്രഹം. നമ്മൾ മുന്നോട്ട് തന്നെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ജയ് പഴനിയാണ്ടവ, ജയ് ഭാരത്. ഒരിക്കൽ കൂടെ നമ്മുടെ പഴനിയാണ്ടവനെ മനസ്സിൽ ധാരിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഭാരതത്തിന് സല്യൂട്ട്, സല്യൂട്ട് ഭാരത്.